ഹലോ എവ്രി വൺ, സ്വാഗതം പുതിയ ഒരു വീഡിയോ ലെക്ചറിലേക്ക്. ഇന്നത്തെ വീഡിയോ ലെക്ചറിൽ നമ്മൾ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി കോമൺ കോഴ്സിലും അതുപോലെ കോർ കോഴ്സിലും പ്രത്യക്ഷപ്പെടാറുള്ള ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്, പാബ്ലോ നെരൂദയുടെ അതിഗംഭീരമായ ഒരു പ്രണയ കാവ്യം, അതിൻ്റെ ലൈൻ ബൈ ലൈൻ മലയാളത്തിൽ വിശദീകരിക്കുകയും അതിൻ്റെ ആശയങ്ങൾ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദമാകും വിധം അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ പാബ്ലോ നെരൂദയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, നമുക്ക് നേരിട്ട് കവിതയുടെ വരികളിലേക്ക് പോകാം. ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. ഈ കവിത മലയാളത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ചുള്ളിക്കാട് സർ ഇത് പരിഭാഷപ്പെടുത്തിയത് വളരെ രസകരമായ നല്ലൊരു പരിഭാഷയാണ്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ ഒറ്റ വായനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിനേക്കാൾ ലളിതമായിട്ട് സാധാരണ ഭാഷയിൽ ഇത് വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. ഇത് ആവർത്തിച്ചു വരുന്ന ഒരു വരിയാണ്. കവിതയുടെ ടൈറ്റിലും ഇത് തന്നെയാണ്. ഈ രാത്രിയിൽ ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. ഏറ്റവും ദുഃഖഭരിതമായ വരികൾ എഴുതാൻ എനിക്ക് കഴിയുമീ രാവെനിക്കേറ്റവും ദുഃഖഭരിതമാം വരികൾ എഴുതുവാൻ എന്നാണ് ചുള്ളിക്കാട് സർ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഒരു രാത്രിയിൽ, അപ്പോൾ നമ്മൾക്ക് ഈ കവിതയുടെ സെറ്റിംഗ് രാവാണ് എന്ന് പിടികിട്ടുന്നു. കവി ആദ്യം തന്നെ ടുനൈറ്റ്, ഇതുപോലൊരു രാത്രിയിൽ എന്നാണ് പറയുന്നത്, ഇന്നത്തെ രാത്രിയിൽ. അപ്പോൾ ഈ രാത്രിയിൽ എന്തുകൊണ്ടാണ് കവിക്ക് ഏറ്റവും ദുഃഖഭരിതമായ വരികൾ എഴുതാൻ കഴിയുന്നത്? അത് പതിയെ പതിയെയാണ് കവി പറഞ്ഞു വരുള്ളൂ. ദ നെക്സ്റ്റ് ടു ലൈൻസ് റൈറ്റ് എഴുതാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഏതുപോലെ ഇരിക്കും? ഞാൻ ഈ രാത്രിയിൽ എഴുതുകയാണെങ്കിൽ ദ നൈറ്റ് ഈസ് ഷാറ്റേർഡ് ആൻഡ് ദ ബ്ലൂ സ്റ്റാർസ് ഷിവറിംഗ് ദ ഡിസ്റ്റൻസ്. അങ്ങനെ പറഞ്ഞ് എനിക്ക് കവിതകൾ എഴുതാൻ കഴിയും. ദ നൈറ്റ് ഈസ് ഷാറ്റേർഡ് എന്ന് വെച്ചാൽ ബന്ധം വിച്ഛേദിക്കപ്പെടുകയും അകന്നകന്ന് പോവുകയും ശിഥിലമാവുക എന്നാണ് അർത്ഥം. ആൻഡ് ദ ബ്ലൂ സ്റ്റാർസ് ഷിവോ ഇൻ ദ ഡിസ്റ്റൻസ്. അകലങ്ങളിൽ നീലനക്ഷത്രങ്ങൾ കണ്ണു ചിമ്മി തുറക്കുന്നു. ഷിവോ എന്ന് വെച്ചാൽ വിറകൊള്ളുന്നത് പോലെ. ഈ ഷിവോ എന്നുള്ള വാക്ക് എന്തുകൊണ്ടാണ് ഇതിവിടെ ഉപയോഗിക്കാനുള്ള ഒരു കാരണം എന്ന് രണ്ട് തരത്തിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, നക്ഷത്രങ്ങൾ സ്വാഭാവികമായിട്ട് ഫിസിക്സ് അനുസരിച്ച് നമ്മൾക്കത് മിന്നുന്നത് പോലെ തോന്നാറുണ്ട്. ഓക്കെ, അത് ആക്ച്വൽ ഒരു റിയലി അത് മിന്നിക്കൊണ്ടിരിക്കുന്നില്ല, അതേസമയം അതൊരു നമ്മുടെ കാഴ്ചയുടെ അകലത്തിലായതുകൊണ്ടുള്ള ഒരു ഫിസിക്സ് ആണ്. ഓക്കെ, മറ്റൊന്ന്, ഇദ്ദേഹം ഈ രാത്രിയിൽ നക്ഷത്രങ്ങളെ കാണുന്നത് ദുഃഖഭരിതമായ കണ്ണുകളിലൂടെയാണ്. അപ്പോൾ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ ആ കണ്ണുനീരിനകത്തുകൂടെ കാണുന്ന നക്ഷത്രങ്ങൾ ഷിവറിംഗ് ആയിട്ട് തോന്നാം. ഇങ്ങനെ ഒരു അർത്ഥവും ഇതിന് സങ്കല്പിക്കാവുന്നതാണ്. ദ നൈറ്റ് വിൻഡ് റിവോൾവ്സ് ഇൻ ദ സ്കൈ ആൻഡ് സിങ്സ്. ഒരു രാക്കാറ്റ് അങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്, ആ രാക്കാറ്റ് പാട്ട് പാടുന്നുണ്ട്. ഇത് വലിയ ഒരു വിരഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കുകയാണ് ആദ്യത്തെ 4 വരിയിൽ അദ്ദേഹം ചെയ്യുന്നത്. പിന്നീട് അത് വീണ്ടും പറയുന്നു, ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. ഐ ലവ്ഡ് ഹർ ആൻഡ് സംടൈംസ് ഷീ ലവ്ഡ് മീ ടു. ഞാൻ അവളെ പ്രണയിച്ചിരുന്നു, ചിലപ്പോഴൊക്കെ അവൾ എന്നെയും പ്രണയിച്ചിരുന്നു. അപ്പോൾ ആദ്യം പ്രണയത്തെ സൂചിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തൻ്റെ നഷ്ടപ്രണയത്തെക്കുറിച്ചാണ് ഈ രാവിൽ, അല്ലെങ്കിൽ ആ നഷ്ടപ്രണയത്തെക്കുറിച്ച് ഓർത്താണ് ഈ രാവിൽ ഏറ്റവും ദുഃഖഭരിതമായ വരികളാണ് എഴുതാൻ കഴിയുക എന്ന് സൂചിപ്പിക്കുന്നിടത്ത് ആദ്യം പറയുന്നത് ഐ ലവ്ഡ് ഹർ, ഞാൻ അവളെ പ്രണയിച്ചിരുന്നു, ചിലപ്പോഴൊക്കെ അവൾ എന്നെയും പ്രണയിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അവൾ ചിലപ്പോഴേ പ്രണയിച്ചുള്ളൂ, പക്ഷെ എൻ്റെ പ്രണയം സ്ഥായിയായിരുന്നു എന്നാണ് ആദ്യ സമയത്ത് അദ്ദേഹം തൻ്റെ പ്രണയിനിയോടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. The next 2 lines, through nights like this one, I held her in my arms. I kissed her again and again under the endless sky. Through nights like this one, ഇതുപോലുള്ള ഒരുപാട് രാവുകളിൽ I held her in my arms, അവളെ ഞാൻ എൻ്റെ കരതലത്തിൽ എടുത്തിരുന്നു. I kissed her again and again, ഞാൻ തുരുതുരെ ഉമ്മ വച്ചിരുന്നു, വീണ്ടും വീണ്ടും ഉമ്മ വച്ചിരുന്നു. Under the endless sky, അനന്തമായ അതിരുകളില്ലാത്ത ഈ ആകാശത്തിനു കീഴെ. എൻലെസ് സ്കൈ എന്നത് എൻലെസ് ലൈഫിൻ്റെ ഒരു ഇമേജറി ആയിട്ടും നമുക്ക് കാണാവുന്നതാണ്. അനന്തമായ അതിരുകളില്ലാത്ത ജീവിതത്തിൽ ഞാൻ അവളെ ഒരുപാട് പ്രണയിച്ചിരുന്നത് കൊണ്ട് ഞാൻ അവളെ തുരുതുരെ ഉമ്മ വയ്ക്കുമായിരുന്നു, ഇതുപോലുള്ള ഒരുപാട് രാവുകൾ. Then next lines, she loved me sometimes. അവൾ പലപ്പോഴും എന്നെ പ്രണയിച്ചിരുന്നു. ആൻഡ് ഐ ലവ്ഡ് ഹർ ടു, ഞാൻ അവളെയും പ്രണയിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ചില ട്രാൻസ്ലേഷനിൽ, മറ്റൊരു ട്രാൻസ്ലേഷനിൽ തന്നെ കോമ തൊട്ടിപ്പുറത്തിട്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ്ങിലാണ് രണ്ടാമത് പറഞ്ഞത് എന്നും പറയാം. അതായത് ആദ്യം പറഞ്ഞത് ഞാൻ അവളെ പ്രണയിച്ചിരുന്നു,
ചിലപ്പോഴൊക്കെ അവൾ എന്നെയും പ്രണയിച്ചിരുന്നു എന്നാണ്. രണ്ടാമത് പറയുന്നിടത്ത് ചിലപ്പോഴൊക്കെ ഞാൻ അവളെ പ്രണയിച്ചിരുന്നു, അവൾ എന്നെയും പ്രണയിച്ചിരുന്നു എന്നതാണ്. അപ്പോൾ രണ്ടാമത് ഇവരോടുള്ള പ്രണയത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അതേപടി പറയുന്നതിന് പകരം തനിക്ക് അവളോടുള്ള പ്രണയത്തിൽ ചെറിയ ഒരു ചാഞ്ചല്യം വരുന്നതായിട്ടും സൂചനയുണ്ട് എന്ന് വിശദീകരിക്കാവുന്നതാണ്. നെക്സ്റ്റ് ലൈൻ, ഹൗ കുഡ് വൺ നോട്ട് ഹാവ് ലവ്ഡ് ഹെർ ഗ്രേറ്റ് സ്റ്റിൽ ഐസ്. സ്റ്റിൽ ആയിരിക്കുമ്പോൾ പോലും വളരെ ഗ്രേറ്റ് ആയി ഫീൽ ചെയ്യുന്ന അവളുടെ കണ്ണുകളെ ആർക്കാണ് പ്രണയിക്കാതിരിക്കാൻ കഴിയുക? അപ്പോൾ ഇദ്ദേഹം ഞാനും അവളെ പ്രണയിച്ചിരുന്നു എന്ന് വീണ്ടും സ്പീക്കർ പറയുന്ന വരിയുടെ നെക്സ്റ്റ് ലൈനിൽ എന്താണ് അദ്ദേഹത്തെ ഏറ്റവും ആകർഷിച്ചിരുന്നത്, അദ്ദേഹം ഏറ്റവും കൂടുതൽ ആകൃഷ്ടനായിരുന്നത് അവളുടെ ഗ്രേറ്റ് സ്റ്റിൽ ഐസിലായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. Then next two lines 11 and 12. Tonight I can write the saddest lines. To think that I do not have her, to feel that I have lost her. അപ്പോൾ ഈ രാത്രിയിൽ എനിക്ക് ഏറ്റവും ദുഃഖകരമായ വരികൾ എഴുതാൻ കഴിയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിയായി പറയുന്നു, ടു തിങ്ക് ദാറ്റ് ഐ ഡു നോട്ട് ഹാവ് ഹർ. അവൾ എപ്പോഴെനിക്ക് സ്വന്തമായി അവളില്ല, ഇപ്പോൾ അവൾ എൻ്റേതല്ല എന്ന് ചിന്തിക്കാൻ. ടു ഫീൽ ദാറ്റ് ഐ ഹാവ് ലോസ്റ്റ് ഹർ, അവളെ എനിക്ക് നഷ്ടമായിരിക്കുന്നു എന്ന് അനുഭവിക്കാനും. ടു ഹിയർ ദി ഇമെൻസ് നൈറ്റ്, നെക്സ്റ്റ് ടു ലൈൻസ്, സ്റ്റിൽ മോർ ഇമെൻസ് വിതൗട്ട് ഹർ. പിന്നെ ഈ രാവിനെ, ഈ ഇമെൻസായ, വളരെ ഹെവിയായ, വളരെ അത്യുഗ്രമായ ഈ രാത്രിയെ കേൾക്കാൻ എനിക്ക് കഴിയുന്നു. സ്റ്റിൽ മോർ ഇമെൻസ് വിതൗട്ട് ഹർ. രാത്രി ഓൾറെഡി ഇമെൻസാണ്, അതിന് പുറമെ ഇപ്പോൾ അവളില്ലാത്ത രാത്രി കൂടുതൽ ഇമെൻസാണ്. അപ്പോൾ ഈ രാവിനെ, അത്രയും ഹെവിയായ രാവിനെ എനിക്ക് കേൾക്കാൻ കഴിയുന്നു. അപ്പോൾ അവളില്ലാത്തത് കൊണ്ട് ഈ രാത്രി കൂടുതൽ ഇമെൻസ് ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവളുടെ നഷ്ടത്തെക്കുറിച്ച് ഓർക്കുന്ന ഹെവിയായ, ടെൻസ്ഡായ, ദുഃഖകരമായ ആ മനസ്സിനെ സൂചിപ്പിക്കാനാണ് അദ്ദേഹം പറയുന്നത് എന്ന് കരുതാവുന്നതാണ്. And the verse falls to the soul like dew to the pasture. കവിത ഇറ്റു വീഴുകയാണ് ടു ദ സോൾ, ആത്മാവിലേക്ക്. ലൈക്ക് ഡ്യൂ ടു ദ പാസ്ചർ, ഒരു പുൽത്തകിടിയിലേക്ക് ഒരു മഞ്ഞുതുള്ളി വീഴും കണക്കെ. ഇവിടെ ഈ ഇമേജിന്റെ പ്രത്യേകത എന്താണ്? പാസ്ചർ, പുൽത്തകിടി, പുല്ല് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ, അവിടെയൊക്കെ ഒരു പുൽനാമ്പിൽ നിൽക്കുന്ന ഒരു മഞ്ഞുതുള്ളി വീഴുകയാണെങ്കിൽ അത് പുൽനാമ്പിനെ വളരെ നേരിയ തോതിൽ മാത്രം അനക്കുകയും പുൽത്തകിടിയെ അനുഭവിക്കാൻ മാത്രം വിടുകയും, അതായത് അതിൻ്റെ ഭാരം ഒട്ടും അറിയിക്കാതെ നൽകുകയും ചെയ്യുന്ന ഒരു ഇമേജാണത്, അല്ലെ? ആ ഇമേജിനെ പാസ്ചർ എന്നുള്ളതിന് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ മനസ്സാകുന്നു എന്നൊക്കെ നമുക്ക് പല വിശദീകരണങ്ങൾ നൽകാവുന്നതാണ്. ഏതായാലും ആ മഞ്ഞുതുള്ളി കണക്കെ എന്ന ഇമേജിനോടാണ് ഈ പ്രണയത്തിൻ്റെ, ഈ നഷ്ടപ്രണയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തൻ്റെ ആത്മാവാകുന്ന പാസ്ചറിൽ കവിതയാകുന്ന മഞ്ഞുതുള്ളി ഇറ്റു വീഴുന്നു എന്ന് അദ്ദേഹം ഉപമപ്പെടുത്തുന്നത്. Then next two lines, what does it matter that my love could not keep her? പക്ഷേ നഷ്ടപ്രണയത്തിൻ്റെ കവിതയാണ്, ആ ദുഃഖം കൊണ്ടുള്ള കാവ്യമാണ് എൻ്റെ ആത്മാവിലേക്ക് ഇറ്റു വീഴുന്നത്, അല്ലാതെ അവളോടുള്ള പ്രണയം കൊണ്ടല്ല, അല്ലെ? അപ്പൊ പിന്നെ ആ കവിതയ്ക്ക് എന്താ അർത്ഥമുള്ളത്? what does it matter? എന്താ അതിന് കാര്യമുള്ളത്? that my love could not keep her, എൻ്റെ പ്രണയത്തിന് അവളെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ലല്ലോ. അവൾ പ്രണയിനി അല്ലാതെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എത്തുന്ന കവിതകൾ കൊണ്ട് എന്ത് ഫലമാണുള്ളത്? The night is shattered and she is not with me. ഈ രാവ് ശിഥിലമായിരിക്കുന്നു. അപ്പോൾ തൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് ഈ രാവ് ശിഥിലമായിരിക്കുന്നു എന്ന് കവി പറയുന്നത്. And she is not with me, അത് വിശദീകരിക്കുന്നു, അവൾ എൻ്റെ കൂടെ ഇല്ല. ഇവിടെയാണ് ശരിക്ക് കോർ പോയിന്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സ്പീക്കർ വരുന്നത്. അവൾ എൻ്റെ കൂടെയില്ല. ഇതുപോലെ ഒരുപാട് രാത്രികളിൽ ഞാൻ അവളെ കൈകളിൽ എടുക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ രാത്രിയിൽ ഞാൻ ഏറ്റവും ദുഃഖകരമായ വരികൾ എഴുതുന്നത് എന്തുകൊണ്ടാണ്? The night is shattered and she is not with me. This is all. വളരെ ഷോർട്ടായൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. This is all. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതെല്ലാം ആ പ്രണയത്തിൻ്റെ, അവൾ എൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം ആ പ്രണയത്തിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് പോലെയാണ് ദിസ് ഇസ് ആൾ എന്ന് അദ്ദേഹം പറയുന്നത്. ഇൻ ദ ഡിസ്റ്റൻസ് someone is singing. in the distance, ഒരുപാട് അകലെ നിന്ന് ആരോ ഒരാൾ പാട്ട് പാടുന്നത് കേൾക്കുമാറാകുന്നു. My soul is not satisfied that it has lost her. എൻ്റെ ആത്മാവിന് തൃപ്തി വരുന്നില്ല. തൻ്റെ ആത്മാവിന് അവളെ നഷ്ടമായെന്ന് ഓർക്കുമ്പോൾ, നഷ്ടമായെന്ന് ആത്മാവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ ആത്മാവിന് തൃപ്തിയാകുന്നില്ല. My sight searches for her as though to go to her.
എൻ്റെ കാഴ്ചകൾ അവളെ അന്വേഷിക്കുന്നുണ്ട്. ആസ് ദോ ടു ഗോ ടു ഹർ, അവളുടെ അടുത്തേക്ക് പോവാനെന്ന വണ്ണം. മറ്റൊരു ട്രാൻസ്ലേഷനിൽ ടു ബ്രിങ് ഹർ എന്നാണ്, അവളെ അടുത്തേക്ക് കൊണ്ടുവരാൻ എന്ന വണ്ണം. ഏതായാലും അവളെ അടുത്ത് കിട്ടാൻ എന്ന വണ്ണം എൻ്റെ കാഴ്ച അവൾ അന്വേഷിക്കുന്നുണ്ട്. മൈ ഹാർട്ട് ലുക്സ് ഫോർ ഹർ, എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും അവൾക്ക് വേണ്ടി തപിക്കുന്നുണ്ട്, അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് നോട്ട് വിത്ത് മീ, പക്ഷെ അവൾ എൻ്റെ കൂടെ ഇല്ല. ഇതാണ് തൻ്റെ മനസ്സും തൻ്റെ കാഴ്ചകളും അവളുടെ അടുത്തേക്ക് പോകാൻ എന്ന വണ്ണം അവൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ രാത്രിയിൽ അവൾ എൻ്റെ കൂടെ ഇല്ല. The same night, whitening the same trees, we of that time are no longer the same. The same night, അതുപോലുള്ള രാത്രി, സമാനമായ രാത്രി. Whitening the same trees, അതേ മരങ്ങളെ വെള്ള പൂശിക്കൊണ്ടിരിക്കുന്ന. വൈറ്റിംഗ് എന്ന് വെച്ചാൽ നിലാവ് കൊണ്ട് വെള്ള നിറം നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിലാവ് പ്രണയത്തിൻ്റെ ഒരു റൊമാൻറ്റിക് മൂഡാണ് അല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഒരു രാത്രി, അതുപോലെ അന്നത്തെ രാത്രികൾ പോലെ ഈ രാവിലും രാത്രി നിലാവുകൾ കൊണ്ട് വൈറ്റ്നിങ് ചെയ്തിരിക്കുന്നത് അതേ മരങ്ങളെ തന്നെയാണ്. ഒന്നും മാറിയിട്ടില്ല. രാത്രി മാറിയിട്ടില്ല, നിലാവ് മാറിയിട്ടില്ല, മരങ്ങൾ മാറിയിട്ടില്ല. പിന്നെ എന്താണ് മാറിപ്പോയത്? വി ഓഫ് ദാറ്റ് ടൈം, അന്നുണ്ടായിരുന്ന നമ്മൾ, ആർ നോ ലോങ്ങർ ദ സെയിം, നമ്മൾ മാത്രം അതുപോലെയല്ല. നമ്മൾ ഇരുവരും മാറിപ്പോയിരിക്കുന്നു. ഇതുപോലുള്ള നിലാവുള്ള മരങ്ങളെ നിലാവിൽ അണിയിച്ച് സുന്ദരമാക്കി നിർത്തിയിരുന്ന രാവിൽ ഞാനും അവളും ഒരുമിച്ചായിരുന്നു അല്ലെ. ഈ രാത്രിയിൽ നമ്മൾ മാത്രം മാറിപ്പോയിരിക്കുന്നു. ഐ നോ ലോങ്ങർ ലവ് ഹർ. ഇനി പ്രണയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന മൂന്നാമത്തെ ഒരു കാര്യം, ഐ നോ ലോങ്ങർ ലവ് ഹർ എന്നാണ്. ഇനി ഒരിക്കലും ഞാൻ അവളെ പ്രണയിക്കയില്ല. ദാറ്റ്സ് സർട്ടൻ, തീർച്ചയാണ്. ബട്ട് ഹൗ ഐ ലവ്ഡ് ഹർ. പക്ഷെ എത്രത്തോളം ഞാൻ അവളെ പ്രണയിച്ചിരുന്നു അല്ലെ. എല്ലാ കാമുകന്മാർക്കും പ്രണയിനി നഷ്ടമായതിനു ശേഷം പറയാനുള്ള ഒരു വാക്യം ഇതായിരിക്കും, ഇനി ഞാൻ അവളെ പ്രണയിക്കില്ല, പക്ഷേ എത്രത്തോളം ഞാൻ അവളെ പ്രണയിച്ചിരുന്നു. മൈ വോയിസ് ട്രൈ ടു ഫൈൻഡ് ദ വിൻഡ് ടു ടച്ച് ഹർ ഹിയറിംഗ്. മൈ വോയിസ്, എൻ്റെ ശബ്ദം. ഏത് ശബ്ദം? ഞാൻ ഈ പറയുന്ന കാര്യം, എത്രത്തോളം ഞാൻ അവളെ പ്രണയിച്ചിരുന്നു എന്ന കാര്യം. ഇനി ഒരിക്കലും ഞാൻ അവളെ പ്രണയിക്കുകയില്ല, എങ്കിലും ഞാൻ എത്രത്തോളം അവളെ പ്രണയിച്ചിരുന്നു എന്ന കാര്യം. ട്രൈ ടു ഫൈൻഡ് ദ വിൻഡ്. ആ ശബ്ദം ഒരു കാറ്റിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് ശബ്ദത്തിന് കാറ്റ്? ടു ടച്ച് ഹർ ഹിയറിംഗ്, അവളുടെ കേൾവിയെ സ്പർശിക്കുവാൻ, അവളുടെ ചെവിയിലേക്ക് ചെന്നെത്തുവാൻ. എന്ന് വെച്ചാൽ എൻ്റെ ഈ വാക്കുകൾ എൻ്റെ പ്രണയിനി ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് സ്പീക്കർ ആഗ്രഹിക്കുക. ഈ വരിയെ വളരെ ഗംഭീരമായിട്ടാണ് ചുള്ളിക്കാട് സർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ എൻ്റെ ശബ്ദം, ഞാൻ ഈ പറയുന്ന കാര്യം കാറ്റിൻ്റെ ചിറകിലേറി തൻ്റെ പ്രണയിനിയുടെ കാതിലെത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന വരി അദ്ദേഹം എഴുതുന്നത്, വിഫല മോമലിൻ കേൾവി ചുംബിക്കുവാൻ വിളയ കാറ്റിനെ തേടിയൻ ഗദ്ഗതം എന്നാണ്. എൻ്റെ ഗദ്ഗതം, മുറിഞ്ഞു വരുന്ന ഈ ശബ്ദം, അത് ഒരു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാറ്റിനെ അന്വേഷിക്കുകയാണ്. എൻ്റെ പ്രണയിനിയുടെ, വിഫലമാണെന്ന് എനിക്കറിയാം, പക്ഷെ എൻ്റെ പ്രണയിനിയുടെ കാതുകളിൽ ഒന്ന് ചുംബിക്കുവാൻ എന്ന് അദ്ദേഹം പരിഭാഷപ്പെടുന്നുണ്ട്. സ്പീക്കർ ഇനി ഒരിക്കലും ഞാൻ അവളെ പ്രണയിക്കയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇനി ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് തൻ്റെ ആത്മാവിനെ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനദേഴ്സ്, നെക്സ്റ്റ് 2 ലൈൻസിൽ കാണാം, അനദേഴ്സ്, ഷീ വിൽ ബി അനദേഴ്സ്, അവൾ മറ്റൊരാളുടേതായിരിക്കും അല്ലെ. ഇന്ന് അവൾ എൻ്റെ കൂടെ ഇല്ല, അവൾ മറ്റൊരാളുടെ പ്രണയിനിയായി മാറിയിരിക്കും. ലൈക്ക് മൈ കിസസ് ബിഫോർ, മുമ്പേ എൻ്റെ ചുംബനങ്ങൾ കണക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ സ്റ്റോപ്പാണ്, ബാക്കി അദ്ദേഹം പറയുന്നില്ല അല്ലെ. അപ്പൊ എന്താണ് അവിടെ ബാക്കി? എന്തായിരിക്കും? അവൾ മറ്റൊരാളുടേതായിരിക്കും. എൻ്റെ ചുംബനങ്ങൾ കണക്കെ, പഴയ എൻ്റെ ചുംബനങ്ങൾ കണക്കെ അവളെ മറ്റൊരാൾ ചുംബിക്കുന്നുണ്ടായിരിക്കും എന്നാണ് അല്ലെ. അവിടെ ബാക്കി വരേണ്ടത് അതാണ്. പക്ഷേ സ്പീക്കർക്ക് അത് പറയാൻ കഴിയില്ല. അദ്ദേഹം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ലൈക്ക് മൈ കിസസ് ബിഫോർ, ഹർ വോയിസ്, ഹർ ബ്രൈറ്റ് ബോഡി, ഹർ ഇൻഫിനിറ്റ് ഐസ്. തൻ്റെ ശ്രദ്ധയാകർഷിച്ചിരുന്ന അവളുടെ സൗന്ദര്യത്തെ തൻ്റെ വാക്കുകളിലേക്ക് കൊണ്ടുവരികയാണ്. ഹർ വോയിസ്, ഹർ ബ്രൈറ്റ് ബോഡി, ഹർ ഇൻഫിനിറ്റ് ഐസ്, ഇതെല്ലാം ഇന്ന് മറ്റൊരാളുടേതായിരിക്കുന്നു. ഓക്കെ, ഐ നോ ലോങ്ങർ ലവ് ഹർ, ദാറ്റ്സ് സർട്ടൻ. വീണ്ടും അദ്ദേഹം തൻ്റെ ആത്മാവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇല്ല, തീർച്ചയായും ഞാൻ ഇനി അവളെ പ്രണയിക്കയില്ല. ബട്ട് മേ ബി ഐ ലവ് ഹർ, ഒരു പക്ഷേ ഞാൻ അവളെ പ്രണയിച്ചേക്കുമോ. അപ്പം ഞാൻ ഇനി അവളെ പ്രണയിക്കയില്ല എന്ന് തീർച്ച പറഞ്ഞിട്ടും കവിക്ക്, സ്പീക്കർക്ക് ഈ നിരാശ കാമുകന് ഉറപ്പ് വരുന്നില്ല. എങ്ങാനും ഇനി അവളെൻ്റെ മുന്നിൽ വന്നാൽ പ്രണയിച്ചേക്കുമോ എന്ന് സംശയിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വലിയ ഒരു ഫിലോസഫി പ്രഖ്യാപിക്കുന്നു. ലവ് ഈസ് സോ ഷോർട്ട്, ലവ് ഈസ് സോ ഷോർട്ട്, ഫർഗെറ്റിംഗ് ഈസ് സോ ലോങ്. പ്രണയം എത്ര ഹ്രസ്വമാണ്, മറവിയാവട്ടെ, വിസ്മൃതിയാവട്ടെ എത്ര ലോങ് ആണ്.
റൈറ്റ്. അപ്പോൾ പ്രണയിക്കാൻ ഒരു ഇത്തിരി സമയം മതി, പക്ഷേ പ്രണയിച്ചതിനെ ഇഷ്ടപ്പെട്ടതിനെ മറന്നു കളയാൻ ഒരുപാട് സമയം ആവശ്യമാണ് അല്ലെ. ദീർഘമായ ഒരു കാലത്തിന് മാത്രമേ പ്രണയം സൃഷ്ടിച്ച നോവുകൾ മായ്ച്ചു കളയാൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹം ഒരു വളരെ സിമ്പിളായ ഒരു വരിയിലൂടെ പറയാണ്. Then next two lines, because through nights like this one I held her in my arms, my soul is not satisfied that it has lost her. എൻ്റെ ആത്മാവ് അവളെ നഷ്ടപ്പെട്ടു എന്ന് അംഗീകരിക്കാത്തത്, അല്ലെങ്കിൽ എൻ്റെ ആത്മാവിന് അവളെ നഷ്ടപ്പെട്ട കാര്യം തൃപ്തിയാവാത്തത് എന്തുകൊണ്ടായിരിക്കാം? ബിക്കോസ് ത്രൂ നൈറ്റ്സ് ലൈക്ക് ദിസ് വൺ ഐ ഹെൽഡ് ഹർ ഇൻ മൈ ആംസ്. ഇതുപോലുള്ള ഒരുപാട് രാത്രികളിൽ ഞാൻ അവളെ എൻ്റെ കൈകളിൽ എടുത്തിരുന്നത് കൊണ്ടായിരിക്കാം. Though this be the last pain that she makes me suffer, and these the last verses that I write for her. അവസാനത്തെ 2 വരികളിൽ അദ്ദേഹം പറയാണ്, though this be, ഇതാണെങ്കിലും, the last pain, അവസാനത്തെ നോവാണെങ്കിലും, she makes me suffer, അവൾ എന്നെ കൊണ്ട് അനുഭവിപ്പിക്കുന്ന അവസാനത്തെ നോവാണിതെങ്കിലും, അവൾ എനിക്ക് നൽകിയ നോവുകളിൽ അവസാനത്തേതാണ് ഈ വിരഹത്തിന്റെ നോവ്. ഇനി അവൾക്കൊന്നും നൽകാൻ കഴിയില്ല അല്ലെ. അവസാനമായി നൽകിയ നോവ് വിരഹത്തിൻ്റെതാണ്, ആ നോവാണിതെങ്കിലും. And these the last verses that I write for her, ഞാൻ അവൾക്ക് വേണ്ടി എഴുതുന്ന അവസാനത്തെ വരികളാണിതെങ്കിലും. അപ്പൊ അദ്ദേഹം തൻ്റെ നഷ്ടപ്രണയത്തെ, തൻ്റെ മനസ്സിൽ ഉരുണ്ടുകൂടി നിൽക്കുന്ന വിരഹത്തിന്റെ വേദനയെ ഏതെങ്കിലും രീതിയിൽ പ്രത്യക്ഷപ്പെടുത്തി, അതിനെ പ്രസന്റ് ചെയ്ത്, അതിനെ അവതരിപ്പിച്ച് തൻ്റെ മനസ്സിനൊരു ശാന്തി പകരാൻ ശ്രമിക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു ശ്രമമാണ് ഈ വരികൾ എന്ന് നമുക്ക് പറയാവുന്നതാണ്. കാരണം അവസാനത്തെ വരിയിൽ കൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അവൾക്ക് വേണ്ടി എഴുതുന്ന അവസാനത്തെ വരികളാണിത്. അതിന്റെ തൊട്ടു മുമ്പത്തെ വരിയിൽ പറഞ്ഞത് അവൾ എനിക്ക് നൽകുന്ന അവസാനത്തെ നോവാണിത്. അപ്പൊ ആ നോവിനെ മുഴുവൻ ഞാൻ വരികളായി എഴുതാൻ ശ്രമിക്കുകയാണെങ്കിലും എനിക്ക് ആ ഓർമ്മകളിൽ നിന്ന് പൂർണ്ണമായും മുക്തമാവാൻ കഴിയുന്നില്ല എന്നൊരു സൂചന നൽകിക്കൊണ്ടാണ് കവി ഈ കവിത അവസാനിപ്പിക്കുന്നത്. വളരെ രസകരമായ, വളരെ പ്രണയാർദ്രമായ വാക്യഘടനയിലൂടെ വളരെ ഗംഭീരമായി അവതരിപ്പിച്ച ഒരു വിപ്ലവ കാവ്യങ്ങൾ കൊണ്ട് പ്രസിദ്ധനായ കവിയുടെ മികച്ച ഒരു പ്രണയ കാവ്യമാണിത് എന്ന് നമുക്ക് വിളിക്കാം. പാബ്ലോ നെരൂദയുടെ ഈ കവിത പരീക്ഷ എന്ന ഉദ്ദേശത്തിൽ, പരീക്ഷയ്ക്ക് വേണ്ടി പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ കവിതയുടെ ആദ്യ ഭാഗത്ത് എന്ത് പറയുന്നു, പിന്നീട് എന്ത് പറയുന്നു, അങ്ങനെ സ്ട്രക്ചറാക്കി പഠിച്ചിരിക്കുന്നത് ഓർമ്മിക്കാൻ നന്നായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കവിതയുടെ ആദ്യ ഭാഗത്ത് അദ്ദേഹം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നു, വളരെ പ്രണയാർദ്രവും അതേസമയം ദുഃഖഭരിതവുമായ ഒരു സിറ്റുവേഷൻ അവിടെ കൊണ്ടുവരുന്നു. പിന്നെ തൻ്റെ നഷ്ടപ്രണയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. പിന്നീട് അവളുടെ കൂടെ ഉണ്ടായിരുന്ന രാത്രികളുടെ ആനന്ദത്തെക്കുറിച്ച് പറയുന്നു. പിന്നീട് അവളെ ഇനി പ്രണയിക്കയില്ല എന്ന് തൻ്റെ ആത്മാവിനോട് കൺവിൻസ് ചെയ്യാൻ, പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഒടുവിൽ ഇനി എങ്ങാനും അവളെൻ്റെ മുന്നിൽ വന്നാൽ ഇനിയും പ്രണയിച്ചേക്കുമോ, ഇങ്ങനെയൊക്കെ കവിത എഴുതി ഇത് അവസാനിപ്പിക്കാൻ ശ്രമിച്ചാലും പ്രണയത്തിൻ്റെ ഒരു തുരുമ്പ് കൂടി, എൻ്റെ അനന്തമായ പ്രണയത്തിൻ്റെ, അത് പൂർണ്ണമായും അവസാനിക്കാത്ത പ്രണയത്തിൻ്റെ ഒരു നാമ്പുകൾ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന ഒരു സൂചന നൽകിയാണ് കവി അവസാനിപ്പിക്കുന്നത് എന്ന ഒരു സ്ട്രക്ചറായിട്ട് നമുക്കിതിൻ്റെ സമ്മറി എഴുതാൻ പഠിക്കാവുന്നതാണ്. വലിയ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത ഒരു രസകരമായി സിമ്പിളായി പഠിക്കാവുന്ന ഒരു കവിതയാണ്. ഇതുപോലെ വളരെ രസകരമായ മറ്റ് കൂടുതൽ ടഫായതോ അല്ലെങ്കിൽ ടഫ് അല്ലാത്തതോ ആയ കവിതകളുമായിട്ട് വീണ്ടും നമുക്ക് പ്രത്യക്ഷപ്പെടാം. അതുവരേക്കും ഗുഡ് ബൈ.